ബി.ജെ.പിയുടെ വോട്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് തുടർഭരണം നേടിയെന്ന് LDF പോലും സമ്മതിക്കുന്നുവെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഒ. അബ്ദുൾ റഹ്മാൻ കുട്ടി പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ബി.ജെ.പിയും CPM തമ്മിലുണ്ടായ അന്തർധാര ഇത്തവണയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഇടതുമുന്നണിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കുന്നംകുളത്ത് നടന്ന UDF കൺവെൻഷനും UDF നടത്തുന്ന പുതുയുഗ യാത്രയുടെ സ്വീകരണ സ്വാഗത സംഘ രൂപീകരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ റഹ്മാൻ കുട്ടി. എട്ടുമണി ഹാളിൽ നടന്ന യോഗത്തിൽ UDF കുന്നംകുളം മണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ഗഫൂർ കടങ്ങോട്, പ്രസാദ് പുലിക്കോട്ടിൽ, KC ബാബു, CAT മാത്യു, ജോയ് ബാബു, VK രഘുസ്വാമി, CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, കവിത പ്രേംരാജ്, സഫീന അസീസ്, മനീഷ് തിപ്പലശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, KA ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് കുന്നംകുളത്ത് വിപുലമായ സ്വീകരണം നൽകുന്നതിന് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ചെയർമാൻ, ജയസിംഗ് കൃഷ്ണൻ വർക്കിംഗ് ചെയർമാൻ, CB രാജീവ് ജനറൽ കൺവീനർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ ട്രഷറർ എന്നിടങ്ങുന്ന 201 സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കരുതലോടുകൂടി ഈ പരിപാടി നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടാം പ്രാവശ്യം CPM-ഉം LDF-ഉം വീണ്ടും അധികാരത്തിൽ വരില്ലെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. CPM-നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവർ അധികാരത്തിൽ വന്നത് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിനോടും UDF-നോടുള്ള വിരോധം കൊണ്ട് BJP CPM-ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നത് എന്ന് CPM തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുമ്പ് നടന്ന ആ അന്തർധാര വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്.